മാർവലിൻ്റെ ഫേസ് 6 കഴിഞ്ഞാൽ, അതായത് അവഞ്ചേഴ്സ് സീക്രട്ട് വാർ കഴിഞ്ഞാൽ മാർവൽ ഒരു ടോട്ടൽ ക്ലീനപ്പിനാണ് ശ്രമിക്കുന്നത്. അതായത് ഒരു ഒരു ഫുള്ള് റീബൂട്ട് അല്ലെങ്കിൽ ഒരു റീസെറ്റിംഗ്. മാർവലിൽ നമ്മൾ ഇതുവരെ കണ്ട എല്ലാത്തിൽ നിന്നും മാറിയിട്ട് ഒരു പുതിയ മാർവലിനെ ആയിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഈ പറയുന്ന അയൺമാനും ക്യാപ്റ്റൻ അമേരിക്കയും എല്ലാം മാറും. പുതിയ ഒരു പവർ ഗ്രാമിങ്ങും പരിപാടികളൊക്കെ ഈ ഒരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരും. അപ്പം കെവിൻ ഫോഗി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺമാനെയും ക്യാപ്റ്റൻ അമേരിക്കയും ഒക്കെ അവർ റീകാസ്റ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ തോറിനെ മാത്രം അവർ റീകാസ്റ്റ് ചെയ്യുന്നില്ല. അത് ക്രിസ് ഹെംസ്വർത്ത് തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ കുറേ ടൈം ലൈനുകൾ കണ്ടിട്ടുണ്ട്. ഒരു മൾട്ടിവേഴ്സ് പരിപാടിയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു റീസെറ്റിങ് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ടൈം ലൈനിലായിരിക്കും മാർവൽ പോകുന്നത്. അതൊരു നല്ല കാര്യമാണ്. നമുക്ക് കണ്ടിരിക്കാനും അതേപോലെ ഓർത്തിരിക്കാനും ഒക്കെ അതാണ് നല്ലത്. അപ്പം ഒരു സിംഗിൾ ടൈം ലൈനിലായിരിക്കും ഇനി തൊട്ട് മാർവൽ അങ്ങോട്ട് പോകുന്നതെന്ന് കെവിൻ ഫോഗി പറഞ്ഞിട്ടുണ്ട്. കുറേയധികം പുതിയ പുതിയ സാധനങ്ങൾ, പുതിയ സിനിമകൾ, പുതിയ ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മൾ കാണും. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അവർ ഒരു 7 ഇയർ പ്ലാനാണ്, 2032 വരെയുള്ള ഒരു പ്ലാനാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതെങ്ങനെ പോകും, ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി ആണോ, ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി ആണോ എന്നും പറഞ്ഞിട്ടല്ല. എൻഡ് ഗെയിം കഴിഞ്ഞിട്ട് അവർ ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി ആണെന്നുള്ളത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്, കുറേ ചവറ് സാധനങ്ങൾ. ഇനിയെങ്കിലും അത് ക്വാളിറ്റിയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരിക്കും എന്നറിയില്ല. എന്തായാലും സീക്രട്ട് വാർ വരട്ടല്ലേ, ആദ്യം അത് കാണട്ടെ. ഈ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയും സീക്രട്ട് വാറും കണ്ടിട്ടല്ലേ പിന്നെ നമ്മൾ ഫേസ് 7 പറ്റിയിട്ട് ആലോചിക്കേണ്ടതുള്ളൂ.